മതിയമ്മ, പറ്റില്ല. വിശക്കുന്നില്ലേ മോൾക്ക്? കോൾ അറ്റൻഡ് ചെയ്യാത്ത എന്താ ഇവള്? അമ്മേ, എന്താ അമ്മ ഇത്? ഫോണിൽ കുറെ നേരായിട്ട് ഞാൻ കാണുവാ. നീ ആരെയും വിളിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, ഫോണിൽ അമ്മേ തരാനാ പറഞ്ഞ. ഞാൻ കണ്ടടാ ആരെയാ നീ വിളിക്കുന്നതെന്ന്. ആ ശാരികയാ അല്ലേ? അവളുടെ ശബ്ദം കേൾക്കാഞ്ഞിട്ട് നിനക്ക് പറ്റുന്നില്ല അല്ലേ? അമ്മേ, ഒരുമാതിരി എന്തോ നാടാ, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ മുതല് ആ ചിത്രയേക്കാൾ ദേഷ്യമാടാ എനിക്ക് അവളോട്. അമ്മേ, അവളെ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതൊന്ന് തുറന്നു പറ. ഞാനാണെങ്കിൽ അമ്മ വിലക്കെടുക്കാറുള്ള എല്ലാവരെയും വിളിച്ചു. ആർക്കും ഒന്നും അറിയില്ല. എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ നിന്നോട് പറയില്ലേ? നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇനി അവള് തിരിച്ചു വരില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മോന് പല മാറ്റങ്ങളും സംഭവിക്കും. എന്താടാ മാറ്റം? എന്ത് മാറ്റം? നീ എന്നെ തല്ലുവോ? പറ, തല്ലുവോന്ന്? കുറെ നാളായിട്ട് മയക്കുമരുന്നൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുക. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാനതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ശാരികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച മിക്കവാറും ഞാൻ അതിനകത്ത് മുങ്ങി താഴും. എന്നിട്ട് അവസാനം എന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടേണ്ടി വരും. ഇപ്പൊ തന്നെ നിന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടാലോന്ന് ആലോചിക്കാൻ ഞാൻ. അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത ഒരുത്തിയെ നീ ഇങ്ങനെ സ്നേഹിക്കൂ? അമ്മേ, ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ അവള് നല്ല കുട്ടിയാണെന്ന്. അവള് നല്ല കുട്ടിയായിരുന്നെങ്കിലേ ഇപ്പോഴും പ്രൊഫസർ ബാലചന്ദ്രൻ ജയിലിൽ കിടന്നേനെ. അവൾ അയാൾക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കില്ലായിരുന്നു. നിന്നെ ആദ്യമായിട്ട് ജയിലിൽ കയറ്റിയത് ബാലചന്ദ്രനാ. അങ്ങനെയുള്ളപ്പോ ആ ചെകുത്താൻ ഇനിയുള്ള കാലം അവിടെ കിടക്കണായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നതേ അവളാ. അവളെയാണ് നീ ഇപ്പൊ സ്നേഹിക്കുന്നത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. അവള് തിരിച്ചു വന്നില്ലെങ്കിൽ നീ അവളെ മറക്കോ? അവള് തിരിച്ചു വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കലും നോർമൽ അല്ലാത്ത മകനെ അമ്മയ്ക്ക് പിന്നെ കാണേണ്ടി വരും.
നിന്നോട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒട്ടും ദേഷ്യമില്ലെന്ന് മാത്രമല്ല, നിന്നോടുള്ള സ്നേഹം ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ നിനക്ക് തോന്നിയോ? ആരോരും ഇല്ലാതിരുന്ന സമയത്ത് എനിക്കൊരമ്മയുടെ സ്നേഹം തന്നത് നിന്റെ അമ്മയാ. അതുകൊണ്ടാ എൻ്റെ അമ്മ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിലും എൻ്റെ കഥകള് വളരെ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞത്. അന്നേ നിന്റെ അമ്മ ആരാണെന്ന് നീ വെളിപ്പെടുത്തണമായിരുന്നു. എൻ്റെ അമ്മ എന്നെ കാണാതെ ഇപ്പൊ സന്തോഷിക്കായിരിക്കും അല്ലേ? അമ്മ മാത്രമല്ല, നിന്റെ അനിയത്തിമാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ചന്തു. പോകുന്നില്ലെങ്കിൽ വേണ്ട, നീ ഞങ്ങൾക്കൊപ്പം പോര്. അമ്മയ്ക്കത് വലിയ സന്തോഷമായിരിക്കും. അല്ല, പക്ഷെ ബാലേന്ദ്ര സാറ് നിന്നെ ഞങ്ങൾക്കൊപ്പം വിടുവോ? സാർ എന്തിനാ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ അമ്മയുടെയും അനിയത്തിമാരുടെയും ശത്രുത സമ്പാദിക്കുന്നത്? അങ്ങനെ നീ പറയണ്ട. സാറിനെ പോലെ ഒരാള് കഥകൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നെ എവിടെയും പറഞ്ഞു വിടുമെന്ന് തോന്നില്ല. ആരോരും ഇല്ലാതിരുന്ന നിന്റെ അരികിലേക്കിപ്പോ ആരൊക്കെയോ വന്ന് ചേർന്നിരിക്കുക. നിനക്ക് സ്വന്തമെന്ന് പറയാവുന്ന ചിലര്. പക്ഷേ എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോടാ. ആ അമ്മ എന്നെ ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ. അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അവരുടെ കല്യാണത്തിന് മുമ്പ് അവർക്ക് ജനിച്ച മകളാണ് നീ എന്നറിഞ്ഞാൽ ചിത്രവക്കീലിന്റെ ഈ ചാട്ടമൊക്കെ അവസാനിക്കും. ഇല്ല, ഒരിക്കലും എന്നെ കൊല്ലാൻ തീരുമാനിച്ചല്ല എൻ്റെ അമ്മ. മകളുടെ മരണം ആഗ്രഹിച്ചൊരമ്മയ്ക്ക് ഒരിക്കലും ആ മകളെ സ്നേഹിക്കാൻ കഴിയില്ല. നിന്റെ ശത്രുവാ. ആരാ? എടുക്കുന്നില്ല. നിന്നെ വെറുക്കുന്നവരോട് എനിക്കിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല. അവളെ എന്തിനാടാ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നിനക്കിപ്പോ അവളോട് ദേഷ്യമൊന്നുമില്ലേ? ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞങ്ങളൊക്കെ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളാ. അങ്ങനെയുള്ളപ്പോ അവരെ എനിക്ക് സ്നേഹിക്കാനേ കഴിയൂ. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അവരോട് അമിതമായ സ്നേഹമുണ്ടടാ. അവരെന്നെ വെറുക്കുമ്പോ അതിൻ്റെ 1000 മടങ്ങ് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് അവരറിയുന്നില്ലെന്ന് മാത്രം. ആരെയാ മോള് വിളിക്കുന്നേ? അത് പിന്നെ മനസ്സിലായി, ആ ചന്തുവിനെ അല്ലേ? എന്താ അവൻ എടുത്തില്ലേ? ഇല്ല. അതിൽ നിനക്ക് നിരാശയുണ്ടോ? പല സാഹചര്യത്തിലും അച്ഛനെയും ചേച്ചിയെയും എന്നെയും രക്ഷിച്ചത് ചന്തുവേട്ടനല്ലേ? ആ ഒരു ഇഷ്ടം ചന്തുവേട്ടനോടുണ്ട്. മനസ്സിലായി. ദേ,
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനും രമാകാന്തനെ പോലെയാ, ഒരു ഗുണ്ടയാ. അങ്ങനെ ഒരുത്തനെ സ്നേഹിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ചന്തുവേട്ടനൊരു ഗുണ്ടയൊന്നും അല്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ അവൻ ജയിലിൽ കിടന്നത്? നല്ല കുട്ടികള് ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കൂ? അതിപ്പോ എന്റെ അച്ഛനും ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അത് അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഹാ, എന്താ സംശയം? ഇപ്പൊ ഒരുത്തിക്ക് പിന്നാലെ അയാള് പോയില്ലേ? അവളുമായിട്ടുള്ള തെറ്റായ ബന്ധത്തിന്റെ പേരില അന്ന് അയാള് ജയിലിൽ കിടന്ന. എന്തൊക്കെ സംഭവിച്ചിട്ടും സ്വന്തം അച്ഛന്റെ ഭാഗത്തെ തെറ്റൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ നിങ്ങൾ രണ്ടാളും. ഒരാൺകുട്ടിയെ വിളിച്ചിട്ട് അയാൾ എടുക്കാതിരിക്കുമ്പോ നമുക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ അവന് നമ്മുടെ മനസ്സിൽ അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെയാണ് പ്രേമം എന്ന് വിളിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലമ്മേ. നിന്റെ പ്രായം കഴിഞ്ഞു വന്ന എന്നോട് അതേക്കുറിച്ചൊന്നും പറയണ്ട. പ്രേമിക്കുമ്പോഴേ പെൺകുട്ടികള് ചങ്ക് പറിച്ചു കൊടുക്കും. പക്ഷെ ആണിന്റെ ലക്ഷ്യം മറ്റു പലതുമായിരിക്കും. അത് മനസ്സിലാക്കി മുന്നോട്ടു പോയാ ജീവിതത്തിൽ കരയേണ്ടി വരില്ല. ഒരു ഘട്ടം കഴിഞ്ഞാ പിന്നെ ഈ പറയുന്നവന്മാരൊന്നും ഫോൺ എടുക്കില്ല. പെണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞ പുരുഷൻ അവളെ പഴയതുപോലെ സ്നേഹിക്കണമെന്നുമില്ല. അതോർത്താ നല്ലത്. ചന്തുവേട്ടൻ അങ്ങനെ ഒരാളായിട്ട് തോന്നിയിട്ടില്ല. നിർത്ത. നിന്റെ ഒരു ചന്തുവേട്ടൻ. അവനും അവന്റെ അമ്മയും ശരിയല്ല. നീ എന്നും എനിക്കൊരു തുണയായിട്ടുണ്ടാവോടാ? എന്താ സംശയം? നീ എപ്പോ വിളിച്ചാലും നിന്റെ അരികിൽ ഞാൻ ഓടിയെത്തും. പക്ഷേ ഒരു കാര്യം, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ആര് നിന്നെ കൈവിട്ടാലും നിന്നെ നോക്കാൻ എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് നീ മോളെ പോലെയാ. എന്നാലും മരുമോളെ പോലെയാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അത്രയ്ക്കൊക്കെ വേണോ? അവരെന്താടാ അങ്ങനെ ആയിപ്പോയത്? എന്റെ അമ്മയാണോ? അല്ല, എന്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നൊന്ത് പ്രസവിച്ച മകളെ ആർക്കെങ്കിലും കൊന്നുകളയാൻ തോന്നൂടാ? അവരുടെ സാഹചര്യം ഒരുപക്ഷെ അതായിരുന്നിരിക്കാം. എന്ത് സാഹചര്യം ആയാലും ആദ്യം പ്രസവിച്ച കുഞ്ഞിനെ ആരും അങ്ങനെ കളയില്ല. ആണിലും പെണ്ണിലും മനുഷ്യത്വം ഇല്ലാത്തവരുണ്ടടി. അതുകൊണ്ടല്ലേ അവര് ബാലേന്ദ്ര സാറിനെ പോലൊരു പാവപ്പെട്ട മനുഷ്യനെ ഇത്രയേറെ വെറുക്കുന്നത്. എന്റെ അമ്മയുടെ ക്യാരക്ടർ ഞാൻ ജനിച്ച ശേഷമാണ് മാറിയതെങ്കിലോ? അതും പറയാൻ പറ്റില്ല. അവരെ ആരെങ്കിലും വഞ്ചിച്ച് കാണും. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ആണുങ്ങളോടെല്ലാം ഇത്രയ്ക്ക് ദേഷ്യം. അങ്ങനെ വരാനും വഴിയുണ്ട്.
എന്റെ അമ്മ പാവമായിരിക്കോടാ? നിന്റെ സ്വഭാവം വെച്ച് നോക്കിയാ നിന്റെ അമ്മ പാവമായിരിക്കാനാ സാധ്യത. എങ്കിലും ഇപ്പൊ നീ അവർക്ക് ശത്രുവാ. ഞാൻ മടങ്ങി ചെല്ലാത്തതില് അമ്മ സന്തോഷിക്കുന്നുണ്ടാവൂല്ലേ? എന്താ സംശയം? അത് നടക്കാൻ വേണ്ടിയിട്ട് അമ്മയും മക്കളും ഇപ്പോ പ്രാർത്ഥനയോടെ കഴിയായിരിക്കും. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് തന്നെ. പിന്നെ എന്നെ ഇങ്ങ് വെറുക്കടാ. അന്ന് പറഞ്ഞ പോലെ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്ക. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള കൊതി ഉണ്ടാവില്ല. എന്നുവെച്ചാ വീണ്ടും ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ പോയി ചാടാനല്ലേ? ദേ, എന്നെ അമ്മയും ബാലേന്ദ്ര സാറിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇനി അബദ്ധമൊന്നും കാണിക്കരുത്. നിനക്ക് ആരുമില്ലെന്നുള്ള തോന്നല് വേണ്ട. നിന്റെ ഏത് ആപത്തിലും സങ്കടത്തിലും നിനക്ക് താങ്ങായും തണലായും ഞങ്ങൾ കൂടെയുണ്ട്. ആരെ നോക്കിയിരിക്കുക? ഓ, നിങ്ങളുടെ അച്ഛനെ ആയിരിക്കും അല്ലേ? ഇന്നത്തെ രാത്രി വന്നിട്ടില്ല അല്ലേ? മക്കളെ, ഇനി അയാള് വരാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവള് ഒന്നിച്ച് മറ്റൊരു വീട്ടില് താമസം തുടങ്ങി കാണും. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ അച്ഛൻ അത്രക്കാരനൊന്നും അല്ല. എന്റെ മോളെ, അയാളെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണകളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളത് തിരുത്തിക്കൊണ്ടിരിക്കുക. അതൊരു ഗുരുശിഷ്യ ബന്ധമല്ല. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വളർന്നു കഴിഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലമ്മേ. അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നീയും അങ്ങനെ തന്നെയാണോ മോളെ വിശ്വസിക്കുന്നത്? അച്ഛൻ അത്രയും തരം താഴില്ല അമ്മേ. നിങ്ങളുടെ അച്ഛൻ വളർത്തിയത് കൊണ്ട് മാത്രം എന്നെ അകറ്റി നിർത്തിയ മക്കളാ നിങ്ങള്. എന്നിട്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാളെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ? ഇത്രയും കാലം രഹസ്യമായിട്ടായിരുന്നു അയാളുടെ ഇടപെടലൊക്കെ. പക്ഷെ ഇപ്പൊ അത് പരസ്യമാക്കി. വക്കീലങ്കിളിനൊപ്പമല്ലേ അച്ഛൻ പുറത്തേക്ക് പോയേ? അയാളാണ് എല്ലാത്തിന്റെയും ഇടനിലക്കാരൻ. അയാൾക്കും ഉണ്ടാവും തെറ്റായ ഇതുപോലത്തെ ബന്ധങ്ങളൊക്കെ. അതുകൊണ്ടാ അയാൾ ഒരു കല്യാണം പോലും കഴിക്കാതിരിക്കുന്നത്. നമുക്കിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ടമ്മേ. എന്തിനാ ചിന്തിക്കാതിരിക്കുന്നെ? ഇപ്പൊ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചാലേ നാളെ ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾക്കതൊരു ഷോക്ക് ആവാതിരിക്കും. അച്ഛൻ ഒരുപാട് ഭീഷണിയുള്ള കൂട്ടത്തിലാ. ഇനി പത്മാവതിയോ രമാകാന്തനോ അച്ഛനെ എന്തെങ്കിലും ചെയ്തോന്ന് എന്റെ സംശയം. നിങ്ങള് ചന്തുവിനെ വിളിച്ചില്ലേ? അവനെ വിളിച്ചു ചോദിച്ചാ കാര്യങ്ങൾ അറിയായിരുന്നല്ലോ. ചന്തുവേട്ടനെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ആ, അവനും അറിഞ്ഞു കാണും ഈ നാറിയ കഥകളൊക്കെ. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ഏതായാലും നാളെയും കൂടി അച്ഛൻ മടങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് ചന്തുവിന്റെ വീട് വരെ ഒന്ന് പോണം ദേവു. എന്താ സംഭവിച്ചെന്നറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. നാണം കെട്ട പണിയൊക്കെ കാണിച്ചിട്ട് ഇനി മടങ്ങി വരാതിരുന്ന കുഴപ്പമില്ലായിരുന്നു.
അയാളങ്ങ് മരിച്ചു പോയാലും കുഴപ്പമില്ല. ദേ ഇപ്പൊ തന്നെ അയാള് ജയിലിൽ കിടന്നതിന്റെ നാണക്കേട് മാറിയിട്ടില്ല. അതിന് കാരണക്കാരി ആയവളെയാ അയാള് മക്കളെക്കാൾ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന. ഇതിനൊക്കെ വ്യക്തമായൊരു കാരണമില്ലാന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഭാഗത്താ മക്കളെ തെറ്റ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാ പ്രൊഫസർ ബാലചന്ദ്രൻ. മാന്യനായിട്ട് നടക്കുന്ന ഒരു 4ാം കിട പ്രൊഫസർ അയാള്. മാതൃക അധ്യാപകൻ, ഇതാണോ മാതൃക? നമ്മുടെ അച്ഛൻ അത്രയ്ക്ക് നമ്മൾ നാണം കെടുത്തു. നാളെ കോടതി ഉണ്ടോടോ? എന്താ? അല്ല, കുറെ നേരമായിട്ട് താൻ ചിന്തിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ ചോദിച്ചാൽ നാളെ കോടതി ഉണ്ടോന്ന്. കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുമായിരുന്നു. സാറ് ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാറിനെ ഇടിച്ചു താഴ്ത്തിയ സാറിൻ്റെ ഭാര്യയെ ചൊൽപ്പടിക്ക് നിർത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു ഇത്. അവിടെ പോലും അവര് പരാജയപ്പെടരുതെന്നാ സാർ ആഗ്രഹിക്കുന്നത്. അവള് പരാജയപ്പെട്ടാൽ പിന്നെ എന്റെ 2 മക്കളും പരാജയപ്പെടും. ശാരിക ചിത്രയുടെ മൂത്ത കുട്ടിയാണെന്ന് ഒരിക്കലും എന്റെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ശരിക്കും ഇവിടെ വില്ലനായത് ശാരികയുടെ അച്ഛനാ. അയാൾ എവിടെയുണ്ടോ? അതേപ്പറ്റിയൊന്നും സാറ് പറയണ്ട. ചിലപ്പോ അയാളുടെ ഭാഗത്താണ് ന്യായമെങ്കിലോ? ഒരിക്കലും ഞാനത് സമ്മതിച്ചു തരില്ല. വഞ്ചിക്കപ്പെട്ടത് കൊണ്ടാണ് ചിത്ര കുഞ്ഞിനെ കളയാൻ തയ്യാറായത്. അല്ലെങ്കിൽ ഒരമ്മയും മകളെ അനാഥാലയത്തിൽ തള്ളില്ല. ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, ഈ അടുത്തിടെ ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചപ്പോഴാണ് സത്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്തത്. എന്നിട്ടും ശാരിയുടെ അമ്മയ്ക്കാണോ അച്ഛനാണോ തെറ്റുപറ്റിയതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനുവേണ്ടി കുറച്ച് യാത്രകൾ കൂടി വേണ്ടിവരും. ഏയ്, ഇനി യാത്രയൊന്നും വേണ്ടടോ. ശാരികയുടെ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾ ഇനി വെളിച്ചത്തേക്ക് കൊണ്ടുവരണ്ട. മനുഷ്യപ്പറ്റില്ലാത്ത ഒരുത്തനാണ് അങ്ങനെ ഒരു പാപം ചെയ്തതെങ്കിൽ അയാൾ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. അതുകൊണ്ടാ ശാരികയെ പോലൊരു മകൾ അയാൾക്കുണ്ടെന്ന് അയാൾ ഒരിക്കലും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അയാൾക്കറിയാമെങ്കിലോ? അറിയോ? ഒന്നും പറയാൻ പറ്റില്ല സർ. എന്തായാലും സാർ ടെൻഷൻ അടിക്കണ്ട. അയാൾ ബ്ലാക്ക്മെയിലിംഗ് ചെയ്യാനായിട്ട് സാറിൻ്റെയോ സാറിൻ്റെ കുടുംബത്തിൻ്റെയോ മുന്നിലേക്ക് വരാൻ പോകുന്നില്ല. ചിത്രയുടെ മുന്നിലേക്ക് പോലും വരില്ല. ശരിക്കും അയാളെ തനിക്ക് അറിയുള്ളൂ?